ഫാദർ ഫിലിപ്പ്, ഇപ്പോൾ ഈ തോൽവിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. ഈ തോൽവി സംഭവിച്ച കാര്യത്തിൽ നമ്മൾ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന പലവിധമായ കാര്യങ്ങളും അദ്ദേഹം 2019 ശേഷം 2021 തിരിച്ചു വന്നതുപോലെ എപ്പോഴും ഇതൊന്നും സംഭവിക്കില്ല എന്ന ആത്മവിശ്വാസം വല്ലാതെ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന പലവിധ കാരണങ്ങൾക്കപ്പുറം ഒരു ധ്രുവീകരണം കേരളത്തിൽ സംഭവിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളാണോ ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ കൃത്യമായി വിശകലനം നടത്തുന്നത് എല്ലാവർക്കും നല്ലതാണ്. പ്രത്യേകിച്ച് ഭരിക്കുന്ന ഗവൺമെന്റിന് എന്തുകൊണ്ട് ഗവൺമെന്റിന് എതിരായിട്ടുള്ള ഒരു വിലയിരുത്തൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് വിലയിരുത്തി അതിന് വേണ്ട നടപടികൾ എടുത്താൽ ഈ ഗവൺമെന്റിന് അത് ഗുണപരമായിട്ട് മാറുകയുള്ളൂ. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പല ഘടകങ്ങളിലും ആ വിധത്തിലുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് തുറന്ന് ഈ കാര്യങ്ങൾ സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളത് നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ജനകീയ സർക്കാർ എന്ന നിലയിൽ ഈ ഗവൺമെന്റ് എവിടെയാണ് പാളിച്ചകൾ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുമെന്നും അത് തിരുത്തുമെന്നുമാണ് എന്റെ പ്രതീക്ഷ. സാധാരണ ജനങ്ങള് ഈ വോട്ടിലൂടെ ഗവൺമെന്റിന് വളരെ കൃത്യമായ ഒരു സന്ദേശം നൽകുവാൻ പരിശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ മാത്രമല്ല, കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷ ആളുകൾ അങ്ങനെ കരുതുന്നവരാണ് എന്ന് ഈ ദിവസങ്ങളിലെ പേപ്പറുകളിലെ വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതില് പരിഹരിക്കുന്നതില് അപാകതകൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കാണാതെ പോകുമ്പോൾ സർക്കാരുകൾക്ക് ജനവിധിയുടെ സമയത്ത് തിരിച്ചടികൾ ലഭിക്കുന്നത് വളരെ സാധാരണമാണ്. വളരെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങള് വളരെ കൃത്യമായി വോട്ടിലൂടെ അതിന് പ്രതികരിക്കാറുണ്ട്. എന്റെ അഭിപ്രായത്തില് ഈ ഇലക്ഷന്റെ സമയത്തും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങള്, അവരുടെ ജീവിത സുരക്ഷിതത്വത്തെ സംബന്ധിച്ച കാര്യങ്ങള്, ജീവിക്കാൻ ആവശ്യമായ പ്രത്യേകിച്ച് കർഷകരായ ആളുകൾക്ക് അവരുടെ കാർഷിക വിളകൾക്ക് വില ലഭിക്കാത്ത അവസ്ഥ, അതുപോലെ ജോലി ഉള്ളവർക്കാണെങ്കിൽ അവർക്കുമുള്ള അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകള്, അതുപോലെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, സാധാരണക്കാരായ ആളുകൾ ഒരു ഗവൺമെന്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവരുടെ കാര്യങ്ങൾ നടത്തി കിട്ടുന്നുള്ള ബുദ്ധിമുട്ട്, റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പല പല കാരണങ്ങളുണ്ട്. ഗവൺമെന്റ് ഒരു വലിയ മെഷീനറിയാണ് നമുക്ക് സമ്മതിച്ചു തരൂ. പക്ഷേ ഗവൺമെന്റിന്റെ എല്ലാ മെഷീനറിയും ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, ജനങ്ങളുടെ സുസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇലക്ഷനിൽ അവർ വീണ്ടും തിരിച്ചു വരുന്നത് നമുക്ക് കാണാം. അല്ല, ഈ കാരണങ്ങളൊന്നും അല്ലല്ലോ. താങ്കൾ പറഞ്ഞ കാരണങ്ങളുണ്ട്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ UDF ചർച്ചയാക്കിയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ചർച്ചയാക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചത് CAA പോലെയുള്ള UCC പോലെയുള്ള വിഷയങ്ങളായിരുന്നു. പലസ്തീൻ വിഷയവും അടക്കം ചർച്ചയ്ക്ക് വന്ന് നമ്മൾ കണ്ടു. BJP സർക്കാരിൻ്റെ ഹിന്ദു നയങ്ങൾ, അതായത് മുസ്ലിം വിരുദ്ധ നയങ്ങളുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളായിരുന്നു. അതൊക്കെ വലിയ തോതിൽ എല്ലാ മേഖലകളിലും 20 മണ്ഡലങ്ങളിലും യാത്ര ചെയ്ത ആളാണ് ഞാൻ. ഇത് കേട്ടതാണ്. പ്രസംഗങ്ങളിലും അവർ പങ്കെടുക്കുന്ന ചർച്ചകളിലും മറ്റും അവർ മുന്നോട്ട് വെച്ചതാണ്. പക്ഷെ അത് ഒരു തരത്തിലും ആ വിഭാഗത്തിൻ്റെയെങ്കിലും വോട്ട് CPM-ലേക്ക് എത്തിച്ചില്ല, അല്ലെങ്കിൽ മറ്റ് സമുദായങ്ങളെ അവരിൽ നിന്ന് അകറ്റി. അങ്ങനെ 2 വ്യാഖ്യാനങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ CPM എന്താണ് ഉദ്ദേശിച്ചത്? അതുമായി ബന്ധപ്പെട്ട യാതൊരു പ്രതികരണവും ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ളതിലെ ഗൗരവതരം. എനിക്ക് തോന്നുന്നത് ഈ പല വിഷയങ്ങളിലേക്ക് തിരിക്കാൻ പല കോണുകളിൽ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ വോട്ടർമാരായിട്ടുള്ള സാധാരണക്കാരായ ആളുകൾ അവരുടെ അനുദിന ജീവിതത്തിൽ അവരനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അവര് വോട്ട് ചെയ്യുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഭരണത്തിന് എതിരായ ഒരു വികാരം ഉണ്ടാകാൻ കാരണം അവരനുഭവിക്കുന്ന, ഈ സാധാരണ ജനം അനുഭവിക്കുന്ന ദുരിതങ്ങൾ തന്നെയാണ്. അതിനെ നമ്മൾ മറ്റു വിഷയങ്ങളിലേക്ക് മാറ്റിവിട്ട് താത്വികമായ അവലോകനം ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ല. ഒരു സാമൂഹിക ധ്രുവീകരണം ഉണ്ടാക്കിയത് കൊണ്ട് കാര്യമില്ല. വിഷയങ്ങൾ നമ്മൾ കൃത്യമായി അഡ്രസ് ചെയ്യണം. ഒരു സാധാരണ മനുഷ്യൻ ഈ കേരളത്തിൽ ഇന്ന് പൊതുജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്ത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇത്തരം ഒരു വോട്ടിങ്ങിലൂടെ പ്രതികരിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.